What's up guys, Sri here. Welcome back to another video. So, നമുക്ക് ഇന്ന് ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. ഗസ്റ്റ് എന്നല്ല, ദിസ് ഇസ് വോബിൾ വൺ. വോബിൾ ഫോൺ വൺ അല്ലെ വോബിൾ വൺ എന്ന് പറയുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇന്ത്യൻ മെയ്ഡ്, ഇന്ത്യൻ ഡിസൈൻഡ്, ഇന്ത്യൻ മാസ് മാർക്കറ്റഡ് ഇന്ത്യൻസിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിലെല്ലാം ഇത് വിൽക്കപ്പെടുന്നത് അല്ലെ വിൽക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഇച്ചിരി ചൂഴ്ന്ന് പഠിച്ചു പോയി. ഗൈസ്, വോബിൾ വൺ ഇപ്പം പ്രൈസ് ചെയ്തേക്കുന്നത് 26,000 to 30,000 രൂപയുടെ ഇടയിലാണ്. അതിനിടയിൽ ഈ ഫോണിനെ കുറിച്ച് ഒരു ജനറൽ ഇന്ത്യൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ച് ഞാനൊന്ന് റിവ്യൂ ചെയ്യാൻ നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനകത്ത് ഡിസ്പ്ലേ നല്ലൊരു AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്, പ്ലെൻറ്റി ബ്രൈറ്റ്. കറക്റ്റ് നെറ്റ്സ് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, അവരുടെ വെബ്സൈറ്റിൽ ഒരു പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടില്ല. കുഴപ്പമില്ല, നല്ല ഡിസ്പ്ലേ. സ്പീക്കേഴ്സും ആണല്ലോ, സ്പീക്കേഴ്സും നല്ല സ്റ്റീരിയോ സെറ്റപ്പാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മീഡിയ കൺസെപ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങളിത് ഇത് തന്നെ നോക്കിയോ, ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ബെസ്സിൽ കുറവാണ്. നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യുമ്പം ഭയങ്കര രസമാണ് യൂസ് ചെയ്യാനൊക്കെ കേട്ടോ. സിനിമ കാണാനുള്ള ഗെയിം കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡിസൈൻ രീതിയിൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഷവോമി 15 ഒക്കെ ഒരു കോപ്പി സാധനം പോലെ. പക്ഷേ കോപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഷവോമി 15 ഡിസൈൻ ഇഷ്ടമാണ്. ഭയങ്കര സ്ലീക്ക്, മിനിമൽ, ക്ലാസി ഡിസൈനാണ്. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അവർ ബാക്ക് ഗ്ലാസ് ആണെന്ന് പറയപ്പെടുന്നു, പക്ഷേ എനിക്കൊരു പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടിയത്. പക്ഷേ മിക്ക ടെസ്റ്റിങ്ങിലും ഗ്ലാസ് തന്നെയാണെന്ന് പറയുന്നു. ആൻഡ് ഫ്രെയിം എല്ലാ രീതിയിലും, എല്ലാ റെഡിലാണെങ്കിലും 96 ഗാഡ്ജറ്റ്സിലാണെങ്കിലും എല്ലാം അലുമിനിയാന്ന് പറയുന്നു. പക്ഷേ ഗൈസ്, ഞാൻ കടിച്ചു നോക്കി, ദിസ് ഇസ് നോട്ട് അലുമിനിയം, ദിസ് ഇസ് പ്യുവർ പ്ലാസ്റ്റിക് എന്ന് എനിക്ക് പറയുള്ളൂ. അതുപോലെ ഈ നറ്റിൻ്റെ ബാൻഡ്സ് കാര്യങ്ങളും ഒന്നും കാണാനില്ല. അവിടെയാണ് എനിക്ക് പ്രശ്നപ്പെടുന്നത്, ആ എക്സാക്ട് പോയിന്റ്. ഇതിനകത്ത് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർ മാസ് മാർക്കറ്റഡ് കള്ളങ്ങൾ പറയുന്നു. ആദ്യത്തെ കള്ളം, ഇന്ത്യയിലുണ്ടാക്കിയ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണെന്ന് പറയുന്നത്. ഗൈസ്, മാർക്കറ്റ് ചെയ്തേക്കുന്ന ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് ഇഷ്ടം പോലെ ബ്രാൻഡ് കൊളാപ്സും എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ഗൈസ്, ഇത് വാങ്ങിക്കൂ എന്നൊക്കെ പറയുന്നത്. ഇത് ഇന്ത്യയിലല്ല ഉണ്ടാക്കുന്നത്, അതാണ് സത്യസന്ധമായ കാര്യം. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡിസൈൻ മാത്രമാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ കോമ്പോണൻസോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും ഇന്ത്യയിൽ നിന്നല്ല സോഴ്സ് വരെ ചെയ്യുന്നത്. ഗൈസ്, ഇതിൻ്റെ പേരൻറ്റ് കമ്പനി, വോബിളിൻ്റെ പേരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻകാൽ ടെക്നോളജീസാണ്. ഇൻകാൽ ടെക്നോളജീസിനെ കുറിച്ച് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് പഠിച്ചു പോയി. ഗൈസ്, ഇത് എൻ്റെ ഒരു സ്റ്റഡിയാണ്. ഞാൻ ഇത് കേസ് കിട്ടുമെന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. ഈ ഫോൺ ഇൻകാൽ ടെക്നോളജീസ് ആണ് ഇന്ത്യയിൽ അസൂസ് എന്ന് പറയുന്നത്. അസൂസ് അറിയാമെന്നെങ്കിൽ അസൂസിൻ്റെ ഫോണ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടിരുന്നത്. അതിനകത്ത് ഒരു വർഷം മുന്നേ ഇറക്കിയ ഫോൺ ജസ്റ്റ് ബാക്ക് പാനൽ മാറ്റി ക്യാമറയിൽ ചെറിയ വ്യത്യാസം വരുത്തി ഇമാര് പുതിയൊരു ഫോൺ 17,000 രൂപയ്ക്കുള്ള ഫോൺ ഈ വട്ടം 27,000 രൂപയാക്കി. നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. പ്രോഡക്റ്റ് ഏറെക്കുറെ സെയിം പ്രോസസ്സർ. ഡിമെൻസിറ്റിയുടെ 7,400 7,400 ആണ് ഡിമെൻസിറ്റിയുടെ ഇരിക്കുന്നത്. ആ ചിപ്പ് സെറ്റ് നിങ്ങൾക്ക് 15, 16, 17, 18 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിനകത്തൊക്കെ കിട്ടും. ഇത് 26,000 രൂപയ്ക്ക് സാധനത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ബാറ്ററി ലൈഫ് 5,000 mAh ആണുള്ളത്. mAh-നകത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 5,000 mAh ചില ഫോൺസ് ഉണ്ട്, 5,000 mAh ത്രൂ ഔട്ട് 1 ഡേ നിൽക്കുന്ന ഫോണുകളുണ്ട്. ആ ഫോണുകളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയല്ല ഇതിൻ്റെ കാര്യം. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ്ഡ് ഒന്നും അല്ല ബാറ്ററിക്ക് വേണ്ടി. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റും അത്യാവശ്യം പവർ ഹംഗ്രി ആയുള്ള ചിപ്സെറ്റാണ്. ഇതിൻ്റെ GPU എന്ന് പറയുന്നത് മാലി M615 MC2 എന്ന് പറയുന്ന GPU. കുഴപ്പമില്ലാത്ത GPU. ഗൈസ്, ഈ പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസും കിട്ടുന്നില്ല, ജസ്റ്റ് കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. UFS സ്റ്റോറേജ് ഞാൻ തപ്പി പോയിട്ടും എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ഉറപ്പായിട്ട് UFS സ്റ്റോറേജ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലത്തെ ഒരുപാട് ദുരൂഹതകളുള്ളൊരു ഫോണാണിത്. ഗൈസ്, ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് ലൈൻ എന്ന് പറയുന്നതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുത്തണം. ഇത് ജസ്റ്റ് ഇന്ത്യയിൽ ആദ്യം ഇവരുടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ആദ്യം ഇവരുടെ ബ്രൗഷേഴ്സിനകത്തും കാര്യത്തിനെല്ലാം മെയ്ഡ് ആൻഡ് മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ. അവർ 2 മാസം കഴിയുമ്പോൾ നൈസായിട്ടൊന്ന് മാറ്റി ഡിസൈൻഡ് ഇൻ ഇന്ത്യ ഫോർ ദി ഗ്ലോബ് എന്നാക്കി. ഇനി അത് മാറ്റും. കാരണം ഒരുപാട് കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്വയർ ആസ്പെക്റ്റിൽ ഒരു 3 ക്യാമറ സിസ്റ്റം കാണാം. അതിനകത്ത് 2 ഉള്ളൂ. മറ്റേത് ഒരു 2 MB മാക്രോ ക്യാമറ. എന്തിനാണ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിയത്തില്ല. ദാറ്റ് ഈസ് വേസ്റ്റ്. മറ്റേ അൾട്രാ വൈഡ് 8 MB ഉണ്ട്, അതും അത്യാവശ്യം വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ലിറ്റിയുടെ 600 എന്ന് പറയുന്നതിന് മെയിൻ ഷൂട്ടർ 50 MP, അത്യാവശ്യം നല്ല ഷൂട്ടർ കേട്ടോ. എന്ന് പറഞ്ഞാൽ
ഇതൊരു പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനികളുടെ അടുത്ത് ഇടിച്ചിരിക്കാൻ പറ്റുന്ന പ്രോസസ്സിങ്ങോ കൺസിസ്റ്റൻസി ഒന്നും ഇതിനകത്തില്ല. സി ഗൈസ്, ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് ക്യാമറ വൈസ് ആണല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിനകത്ത് എനിക്ക് ആദ്യം അഡ്രസ്സ് ചെയ്യാനുള്ളത്, ഇതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്കാം നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലല്ല മെയ്ഡ് ഇൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻകാൽ ടെക്നോളജീസ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു എനിക്ക് റെക്കമെൻഡ് ചെയ്യണം. എനിക്കൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ വേണമെന്നുണ്ട്. എൻ്റെ ഒരു വലിയച്ഛനുണ്ട്, പുള്ളിക്കാരൻ മറ്റേ പണ്ട് ഫോൺ മാംഗോ ഫോൺ ഇറങ്ങിയപ്പോൾ ചാടിപ്പോയി വാങ്ങിച്ച ആൾക്കാർ, അവരെ പോലുള്ളവരൊക്കെയാണ് ഇതിൻ്റെ ഇരയാവാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു രീതിയിലും വാല്യൂ ഫോർ മണി അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഘോരഘോരമായി ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കാർ ഇതിനെ വാങ്ങി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയും. ഗൈസ്, അഗൈൻ ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, അസംബിൾഡ് ഇൻ ഇന്ത്യ ആണ്, നോട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ ഇന്റേണൽ കമ്പോണൻസും കാര്യങ്ങളെല്ലാം ബാക്കി ഏത് രാജ്യത്തു നിന്ന് നിങ്ങൾ ഗസ് ചെയ്യ്. ഇത് ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് നമ്മൾ ഇൻകാൽ ടെക്നോളജി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ അസൂസ് നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത സോഫ്റ്റ്വെയറാണ്. കാരണം ആ സെയിം സോഫ്റ്റ്വെയർ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സ്കീമിലേക്കാണ് ഇവിടെ വരുന്നത്. സോ ഗൈസ്, ഓൾ അറൗണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫോണിന് റോസ്റ്റ് ചെയ്യാൻ വന്നൊന്നും അല്ല. ഞാനൊരു പ്രൗഡ് ഇന്ത്യനാണ്. എനിക്ക് ഒരു ഇന്ത്യൻ അല്ല ഭാരതീയ എന്ന് പറയുന്നത് അഭിമാനം കൊള്ളുന്നൊരു മനുഷ്യനാണ്. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ സ്കാം എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന വിൽക്കുന്ന കള്ളത്തരം നിർത്താൻ വേണ്ടി എന്തെങ്കിലും റെഗുലേഷൻസോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ഉള്ളായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് പറയാനില്ല. ഈ ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. മെയ്ഡ് ഇൻ ഇന്ത്യ സെന്റിമെന്റ്സോടെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ വേണ്ട. സി ഗൈസ്, ഇൻകാൽ ടെക്നോളജീസിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അവർ കേൾക്കൊന്നും എനിക്കറിയത്തില്ല. വോബിൾ നിങ്ങൾ നല്ല പൈസയ്ക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടൊരു ഫോണായിട്ട് നിങ്ങൾ മാനുഫാക്ചറിങ് ചൈനയോ എന്നിട്ട് അസംബിൾഡ് ഇൻ ഇന്ത്യയോ എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്തോ, അതിന് കുഴപ്പമില്ല. വാല്യൂ ഫോർ മണി അല്ല, ഒരുമാതിരി ഇന്ത്യൻ സ്കാംസിന് ഇന്ത്യക്കാരെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഗൈസ്, ഡു നോട്ട് ബൈ ദിസ് ഫോൺ. അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾ വാങ്ങിക്കില്ല. ഇനി വോബിളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ. ഞാൻ ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ പറയാം, വോബിൾ ഈ ഒരു മാർക്കറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്താ പറയുക അപ്രോച്ച് തന്നെയാണെങ്കിൽ വൈകാതെ കമ്പനി വിട്ടു. സോ ഗൈസ്, ഇറ്റ്സ് 3 ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഇതുപോലത്തെ ട്രൂ ഇൻസൈറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം, മായമില്ല കള്ളമില്ലാത്ത ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.